മണ്ഡലകാലം നാളെ അവസാനിക്കാനിരിക്കെ ശബരിമലയിൽ തിരക്ക് കൂടുതലാണ്. കൃത്യമായ മുൻകരുതൽ സ്വീകരിക്കുന്നതിനാൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്കിലും പാതകളിൽ തീർത്ഥാടകരുടെ നിര നീളുന്നുണ്ട്. അതേസമയം ഇന്ന് ഉച്ചയോടെ തങ്ക അങ്കി ഘോഷയാത്ര പമ്പയിലെത്തും. ശ്യാം സുന്ദർ എരുമേലിയിൽ നിന്നും ചേരുന്നുണ്ട്. ശ്യാം സന്നിധാനത്താണുള്ളത്. ശ്യാം, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇന്ന് തിരക്ക്? നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് മോത്തി. ഇപ്പോൾ രാവിലെ തന്നെ തിരക്ക് അത്യാവശ്യം കൂടി വരുന്നുണ്ട്. സന്നിധാനത്ത് ഇപ്പോൾ തിരക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ താഴേക്കാണ്. അതായത് സന്നിധാനം മുതൽ ഇപ്പോൾ ശബരിപീഠം വരെ ആണ് ഇപ്പോൾ ക്യൂ ഉള്ളത്. അതിനകത്ത് വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. വലിയ തിക്കും തിരക്കിൽപ്പെട്ട് ആളുകൾ വലിയതായി ബുദ്ധിമുട്ടുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ, ഇന്നലെ വൈകിട്ടത്തോടെ തിരക്കിന് നേരിയ ശമനം ഉണ്ടായെങ്കിലും ഇന്നലെ രാത്രി മുതൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. കാരണം ഇന്ന് ഉച്ചയ്ക്ക് തങ്കയങ്കി ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേരും. പിന്നീട് വൈകിട്ടത്തോടെ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. അപ്പോൾ അത് ഒന്ന് ദർശിക്കാനായി വലിയ തിരക്ക് ഇന്നലെ തൊട്ട് ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു തിരക്ക് ഇന്നലെ തന്നെ ഇവിടെ വന്ന് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയെല്ലാം മുകളിലേക്ക് കയറ്റി വിടുമ്പോൾ സന്നിധാനത്തും മറ്റു പ്രദേശങ്ങളിലും ഇന്ന് വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടും. ഇന്നലെ ഏകദേശം 1,337,000 പേരാണ് മല കയറിയത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്നലെ വലിയൊരു തിരക്ക് വന്നിരുന്നു. അല്ലെ, വലിയൊരു ജനസംഖ്യ 18-ാം പടി കയറിയിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ കയറിയ ദിവസം. അതുപോലെ തന്നെ ഇന്നലെയും വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടു. ഇന്ന് വൈകിട്ട് 6:15 സന്നിധാനത്ത് ദീപാരാധന നടക്കുക. വൈകിട്ട് 6:15 എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി എത്തിയവർ മുതൽ ഇന്ന് വൈകിട്ട് 6:15 വരെ ഒന്ന് ദീപാരാധനയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇവിടെ തന്നെ തമ്പടിക്കുന്നവരുണ്ടാവും. അതിനാൽ തന്നെ സന്നിധാനത്തും പരിസരത്തും വലിയ തിരക്ക് അനുഭവപ്പെടും. ഇന്നലെ രാത്രിയോടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ പാതകളിൽ, അതായത് സന്നിധാനം മുതൽ നീലിമല, ശബരിപീഠം എന്നീയിടങ്ങളിൽ വലിയ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. രാവിലെ തൊട്ട് നിയന്ത്രണ വിധേയമായി ഭക്തജനങ്ങളെ മുകളിലോട്ട് കയറ്റി വിടുന്നതോടുകൂടി താഴെയുള്ള തിരക്കിനും ചെറിയ ശമനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ വലിയൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ കാനനപാത വഴി, പുല്ലുമേട് കാനനപാത വഴി വരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രണ വിധേയമല്ല. അവർ അനിയന്ത്രിതമായി കാനനപാത വഴി വരുന്നുണ്ട്. അത് നിയന്ത്രിക്കാത്തിടത്തോളം പമ്പയിൽ നിന്നുള്ള തിരക്ക് കുറയ്ക്കുക എന്നത് പ്രായോഗികമല്ല. കാരണം അതുവഴി വരുന്ന തീർത്ഥാടകരെയും പമ്പയിൽ നിന്ന് വരുന്ന തീർത്ഥാടകരും തമ്മിൽ കൂട്ടിമുട്ടുകയും അവിടെ നിന്ന് ഒരു തിക്കും തിരക്കും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്കിന്ന് പറയേണ്ട കാര്യം, ഇതുവരെ ഏകദേശം 4 ലക്ഷം പേർ മല കയറി കഴിഞ്ഞു. അതായത് 18-ാം പടി കയറി കഴിഞ്ഞു. 4 ലക്ഷത്തോളം പേർ ഇതുവരെ 18-ാം പടി കയറി കഴിഞ്ഞു. അപ്പോൾ വലിയ തിരക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. നാളെ മണ്ഡലപൂജയാണ്. നാളെ മണ്ഡലപൂജയോടടുത്തുകൊണ്ട് ഇന്ന് തന്നെ ആളുകൾ ഇവിടെ തമ്പടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനുള്ള എല്ലാ പൂർണ്ണമായ നിയന്ത്രണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോത്തി. ശരി ശ്യാം, നമുക്ക് ആദിത്യൻ ഓമനക്കുട്ടനും ചേരുന്നുണ്ട്. ആദിത്യൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോ ഈ ശബരിമല സന്നിധാനത്തിന് താഴെയുള്ള ഒരുക്കങ്ങൾ എന്താണ്? നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്? ഭക്തരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഈ നിയന്ത്രണത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളോ മറ്റോ ഉണ്ടോ? മുത്തി, കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ തിരക്ക് രൂപപ്പെട്ട സമയത്ത് ഒരുപാട് പ്രതിഷേധത്തിന് ഈ ശബരിമല പാതയിലും ഇടത്താവളങ്ങളിലുമൊക്കെ ഭക്തർ പ്രതിഷേധവുമായിട്ട് മുന്നിട്ടിറങ്ങിയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, മണിക്കൂറുകളോളം ഈ വഴിയിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു സ്ഥിതി, അതിന് എതിരായിട്ടായിരുന്നു ഭക്തരുടെ പ്രതിഷേധം. സ്വാഭാവികമായും മണ്ഡല പൂജയോടനുബന്ധിച്ച്, മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് കൂടുന്ന ഒരു സമയത്ത് ഇത്തരം തടഞ്ഞു നിർത്തലുകൾ അനിവാര്യമാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കടത്തിവിടാതെ ഞങ്ങൾ ഇത്രത്തോളം ഈ കുട്ടികളുമായൊക്കെ ഈ വഴിയിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തർ വലിയ പ്രതിഷേധം ഉന്നയിച്ചത്. KSRTC ബസ് പോലും തടഞ്ഞ് റോഡ് പോലും ഉപരോധിക്കുന്ന തരത്തിൽ ഇന്നലെ കോട്ടയം ജില്ലയിലെ വിവിധ ശബരിമല ഇടത്താവളങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. കോട്ടയത്തെ പൊൻകുന്നത്തും വൈക്കത്തും എരുമേലിയിലുമൊക്കെ ഇത്തരത്തിൽ തടഞ്ഞു നിർത്തലുകൾ പോലീസിനുണ്ടായിരുന്നു. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളൊരു പ്രതികരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തടഞ്ഞു നിർത്താതെ വേറെ വഴിയില്ലെന്നാണ്. കാരണം ശബരിമലയിൽ ഇപ്പോൾ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തുന്ന സമയം, അല്ലെങ്കിൽ 10,000-കണക്കിന് തീർത്ഥാടകർ ഒരേ സമയം കയറുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ തടഞ്ഞു നിർത്താതെ കൃത്യമായ ഇടവേളകളിൽ സാവധാനം കയറ്റിവിടുക മാത്രമേ വഴിയുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം.
അതുപോലെ തന്നെ ഈ ദർശനം നടത്തി ഇറങ്ങി വരുന്ന തീർത്ഥാടകർ അവർ ഇറങ്ങി വരുന്നതിനനുസരിച്ച് മാത്രമേ വാഹനങ്ങൾ കയറ്റിവിടാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പൊൻകുന്നത്തും വൈക്കത്തും എരുമേലിയിലും വാഹനങ്ങൾ തടഞ്ഞു വെച്ചത്. അതേസമയം ഈ തടഞ്ഞു വെക്കുമ്പോൾ 6-7 മണിക്കൂറുകൾ പുലർച്ചെയൊക്കെ എത്തിയ തീർത്ഥാടകർ അപ്പോൾ പോലും ഉച്ചയായപ്പോൾ പോലും വൈകുന്നേരമായപ്പോൾ പോലും അതാ വഴിയിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു. അതുമാത്രമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ ആവശ്യത്തിന് ലഭിച്ചില്ല എന്നൊരു പരാതിയും ഉയർന്നിരുന്നു. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വീണ്ടും പതിയെ വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് തന്നെ മുന്നിട്ടിറങ്ങി അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. മുൻപൊന്നും ഇല്ലാത്ത വിധം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഞങ്ങൾക്ക് വഴിയിൽ കിടക്കേണ്ടി വരുന്നത് എന്ന രീതിയിലുള്ളൊരു വിമർശനമായിരുന്നു ഭക്തർ ഉന്നയിച്ചത്. എന്തായാലും ഇന്ന് താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പല ശബരിമല ഇടത്താവളങ്ങളിലും വാഹനങ്ങൾ മേലേക്ക് കടത്തിവിടുന്നുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ ഈ തങ്കയങ്കി ഘോഷയാത്രയൊക്കെ എത്തുമ്പോൾ കൂടുതൽ തിരക്കായിരിക്കും. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ ഈ ഇടത്താവളങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ എരുമേലി വളരെ ഈ ഭക്തിയുടെയും ഐതിഹ്യത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വളരെ സുപ്രധാനമായൊരു ഇടത്താവളമാണ് എരുമേലിയിലെത്തിയാണ് കനിയപ്പന്മാർ പേട്ടതുള്ളി പോകുന്നതാണ് ഒരു പ്രധാന ചടങ്ങ്. അത് ഈ ശബരിമല തീർത്ഥാടനത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് അവധി ആയതിനാലും കുഞ്ഞ് അയ്യപ്പന്മാരൊക്കെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ എത്തുന്നു. കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ ഒരുപാട് പേര് ഈ സീസണിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഈ എരുമേലിയിൽ പേട്ടതുള്ളിന് ശേഷം മാത്രമായിരിക്കും മേലേക്ക് പോവുക. അപ്പോൾ ആ പേട്ടതുള്ളൽ പാതയുൾപ്പെടെ ഇന്നലെ അടച്ചിരുന്നു. എന്തായാലും ഇന്ന് അത്തരത്തിലൊരു സ്ഥിതിയില്ല. വാഹനങ്ങൾ മെല്ലെ കടത്തിവിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരൊക്കെ താരതമ്യേന ആശ്വാസത്തിലാണ് മോത്തി.